Good morning all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ഡിസൈൻ ഓഫ് വൺ വേ കണ്ടിന്യൂസ് ലാബ്. അപ്പോൾ ഒരു വൺ വേ കണ്ടിന്യൂസ് ലാബിൻ്റെ ഡിസൈനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തിയറി പോർഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഒരു വൺ വേ കണ്ടിന്യൂസ് ലാബ് ഡിസൈൻ ചെയ്യുക. ഇറ്റ് ഈസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സെയിം ആസ് ദാറ്റ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ തന്നെയാണ് എന്ത് ഒരു കണ്ടിന്യൂസ് ലാബിൻ്റെ ഡിസൈൻ പ്രൊസീജിയറായിട്ട് വരുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ അതിൽ ഡിഫറൻസ് വരുന്നത് ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻസ് കണ്ടെത്തുന്നതിനാണ്. അപ്പോൾ ഡിഫറൻസ് ഓൺലി ഇൻ ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻസ് കണ്ടെത്തുന്നതിനാണ്. നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് എടുത്താൽ, ഫോർ എക്സാമ്പിൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് എടുത്താൽ ആ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിൽ ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് എന്താണ്? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ അത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എവിടെ വരുന്നത്? മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് ഈസ് ഇറ്റ് അറ്റ് ദി മിഡിൽ ഓഫ് സപ്പോർട്ട്. മിഡിലാണ് വരുന്നത് എന്ത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ ഫോർ സിംപ്ലി സപ്പോർട്ടഡ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ദി മിഡിലാണ്. ദാറ്റ് വാല്യൂ എന്താണ്? WL² ഡിവൈഡഡ് ബൈ 8 ആണ്. അപ്പോൾ ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ഈസ് 1/8 ആണ്. 1/8 ആണ് ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻ ഫോർ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് വരുന്നത്. പക്ഷേ ഒരു കണ്ടിന്യൂസ് സ്ലാബ് വരുമ്പം അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം ഒരു കണ്ടിന്യൂസ് സ്ലാബ് കൺസിഡർ ചെയ്യാം. ഇത് ഒരു കണ്ടിന്യൂസ് സ്ലാബാണ്. അപ്പോൾ എത്രയുണ്ട്? 1, 2, 3, 4 സ്ലാബ് വരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 സ്പാന് വരുന്ന ഒരു സ്ലാബാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതാണ് ഒരു കണ്ടിന്യൂസ് സ്ലാബ്. നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള കണ്ടിന്യൂസ് സ്ലാബിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ എന്താ വ്യത്യാസം? കണ്ടിന്യൂസ് സ്ലാബിൽ ഇൻറ്റീരിയർ ആയിട്ടുള്ള സപ്പോർട്ട്സ്, ഇത് എൻഡ് സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിന് പറയുന്നത് എൻഡ് സപ്പോർട്ടാണ്. ഇൻറ്റീരിയർ ആയിട്ടുള്ള സപ്പോർട്ട്സിൽ എന്ത് വരുന്നുണ്ട്? ദർ ഇസ് ആൻ ഹോക്കിംഗ് മൊമെൻറ്റ്. ഹോക്കിംഗ് മൊമെൻറ്റ് ഉണ്ട്. ഹോക്കിംഗ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മൊമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എൻഡ് ഓഫ് ദി സപ്പോർട്ട് എന്താണ്? അറ്റ് ദി എൻഡ് ഓഫ് ദി സപ്പോർട്ട് ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. എൻഡ് സപ്പോർട്ടിൻ്റെ എൻഡിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് ഇറ്റ് ഈസ് അറ്റ് ദി മിഡിൽ ഓഫ് ദി സ്പാൻ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒരു കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിൽ മിഡിലിൽ വരുന്നത് ഇറ്റ് വിൽ ബി സാഗിങ് മൊമെൻറ്റ്, പോസിറ്റീവ് സാഗിങ് മൊമെൻ്റ് ആണെന്ന് പറയുന്നത്. നിങ്ങൾ ഇതെല്ലാം സ്ട്രക്ചറൽ അനാലിസിസിൽ പഠിച്ചാണ്. സാഗിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് മൊമെൻ്റ് ആയിരിക്കും. ഇൻറ്റീരിയർ സപ്പോർട്ട്സിൽ വരുന്ന മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹോക്കിംഗ് മൊമെൻറ്റ്, ദാറ്റ് ഈസ്
നെഗറ്റീവ് മൊമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ IS കോഡിൽ ടേബിൾ 12 തന്നിട്ടുണ്ട്. ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റ് ഫോർ കണ്ടിന്യൂസ് സ്ലാബ് ബെൻഡിങ് ബീം, ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റ് ഓഫ് കണ്ടിന്യൂസ് സ്ലാബ് ഓർ ബീം ഓർ ബീമിൻ്റെ കോഎഫിഷ്യൻറ്റ് തന്നിട്ടുള്ളത് പേജ് 36 ടേബിൾ 12 അപ്പോൾ നിങ്ങൾ പേജ് 36 ടേബിൾ 12 നോക്കാം. അപ്പോൾ ഇതാണ് ടേബിൾ 12. ഇതിൽ നമുക്ക് ഡെഡ് ലോഡിനും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലൈവ് ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ടേബിൾ 12 ഫസ്റ്റ് പാർട്ട് നോക്കാം. ആദ്യം ഡെഡ് ലോഡിൽ നിയർ ദി മിഡിൽ ഓഫ് ദി സ്പാൻ മൊമെൻറ്റ് നിയർ ദി മിഡിൽ ഓഫ് ദി എൻഡ് സ്പാനിൻ്റെ മിഡിൽ വരുന്ന ഡെഡ് ലോഡിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ +1/12 ആണ്. ഇമ്പോസ്ഡ് ലോഡിൻ്റെ +1/10 ആണ്. അറ്റ് ദി മിഡിൽ ഓഫ് ഇൻറ്റീരിയർ സ്പാൻ, ഇത് എൻഡ് സ്പാനിൻ്റെ കേസാണ്. ഇത് ഇൻറ്റീരിയർ സ്പാനിൻ്റെ അറ്റ് ദി മിഡിൽ വരുന്നത് +1/16 +1/12 ആണ്. അതുപോലെ തന്നെ അറ്റ് ദി സപ്പോർട്ട് നെക്സ്റ്റ് ടു ദി എൻഡ് സ്പാനിന് എടുത്തുള്ള സപ്പോർട്ടിന് വരുന്നത് -1/10 ആണ്. അതുപോലെ തന്നെ ഇമ്പോസ്ഡ് ലോഡിൽ -1/9 ആണ്. അറ്റ് അതർ ഇൻറ്റീരിയർ സപ്പോർട്ട്സിലുള്ള ഇൻറ്റീരിയറിൽ -1/12 ഇത് -1/9 ആണ് എന്ത് വരുന്നത്, ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ എക്സാമ്പിൾ എടുത്തെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള എക്സാമ്പിൾ. നാല് സ്പാനുള്ളതാണ് വരുന്നത്, B, C, D, E. ഇനി ഡെഡ് ലോഡ് ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റ്, മുകളിൽ ഞാൻ ഡെഡ് ലോഡ് ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ് കാണിക്കുന്നത്. അറ്റ് ദി നിയർ ദി മിഡിൽ ഓഫ് എൻഡ് സ്പാൻ, ഇതിൽ എൻഡ് സ്പാൻ ഏതാ വരുന്നത്, എയും ഇയും എൻഡ് സ്പാനാണ്. അപ്പോൾ എയുടെയും ഇയുടെയും നിയർ ദി മിഡിൽ ഓഫ് എൻഡ് സ്പാൻ്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പോൾ ഇവിടെയും വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഫോർ ഡെഡ് ലോഡ് ഇവിടെ ലൈവ് ലോഡ് കാണിക്കുന്നത്. ഡെഡ് ലോഡിൽ വരുന്നത് പ്ലസ്, എല്ലാം പ്ലസ് ആണ്. ഇനി മിഡിൽ 1/12 ആണ്. ലൈവ് ലോഡിന് എത്ര വരുന്നത് 1/10 ആണ്. അപ്പോൾ ഈ രണ്ട് 1/12 ലൈവ് ലോഡ് വരുന്ന 1/10 ആണ്. അതാണ് രണ്ട് നിയർ ദി മിഡിൽ ഓഫ് എൻഡ് സ്പാൻ, രണ്ട് എൻഡ് സ്പാനാണ് വരുന്നത്. ഇനി അറ്റ് ദി മിഡിൽ ഓഫ് ഇൻറ്റീരിയർ സ്പാനിൻ്റെ മിഡിൽ, ഇൻറ്റീരിയർ സ്പാൻ ഏതാണ്, ഇതും ഇൻറ്റീരിയർ സ്പാനാണ്. അപ്പോൾ അതിൻ്റെ മിഡിൽ വരുന്നത് ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻ ഫോർ ഡെഡ് ലോഡ് വരുന്നത് എത്രയാണ്, ഇറ്റ് ഈസ് 1/16 ആണ്. ലൈവ് ലോഡ് വരുന്നതോ ഇറ്റ് ഈസ് 1/12 ആണ്. ഇതും ഇൻറ്റീരിയർ സ്പാൻ ആയതുകൊണ്ട് ഇതിൻ്റെ മിഡിൽ വരുന്നത് 1/16 ആണ്. ലൈവ് ലോഡിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ 1/12 ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ എൻഡ് സപ്പോർട്ടിലും ഇൻറ്റീരിയറിലും വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻസ് മനസ്സിലായി. ഇനി സപ്പോർട്ട്സിൽ വരുന്ന, ഇത് നിയർ ദി മിഡിൽ ഓഫ് സപ്പോർട്ടാണ് നമ്മൾ പറഞ്ഞത്, മിഡിൽ ഓഫ് ദി സ്പാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സപ്പോർട്ട്സിൽ വരുന്ന ഹോഗിങ് മൊമെൻറ്റ്സിൻ്റെ കോഎഫിഷ്യൻറ്റ് അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. സപ്പോർട്ട് മൊമെൻറ്റ്സ്, ദാറ്റ് ഈസ് ഹോഗിങ് മൊമെൻറ്റ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അത് നമുക്ക് ഇത് വരച്ചിട്ട് പറയാം. A, B, C, D, E.
that is at the support next to the end support. എൻഡ് സപ്പോർട്ടിൽ എന്താണ് ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റ്? ഇറ്റ് ഈസ് 0 ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, എൻഡ് സപ്പോർട്ടിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. ദർ ഇസ് നോ ഹോക്കിംഗ് ഓർ സാഗിങ് മൊമെൻറ്റ് അറ്റ് ദി എൻഡ് സപ്പോർട്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി അറ്റ് ദി സപ്പോർട്ട് നെക്സ്റ്റ് ടു ദി എൻഡ് സപ്പോർട്ടിന് നെക്സ്റ്റ് ഉള്ള ഏതാണ്? ബിയും ഡിയും എൻഡ് സപ്പോർട്ടിൽ നെക്സ്റ്റ് ആണ്. അപ്പോൾ അതിൽ വരുന്ന നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് ഫോർ ഡെഡ് ലോഡിൽ വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് -1/10 ആണ്. ലൈവ് ലോഡിൽ നിന്ന് വരുന്നത് -1/9. -1/10 എൻഡ് സപ്പോർട്ടിന് അടുത്തായിട്ടുള്ളവർ ലൈവ് ലോഡിൽ നിന്ന് -1/9. ഇനി അറ്റ് ദി അതർ ഇൻറ്റീരിയർ സപ്പോർട്ട്, ഇവിടെ അതർ ഇൻറ്റീരിയർ ആയിട്ട് വരുന്ന ആകൊന്നുള്ളൂ, സി മാത്രമേ ഉള്ളൂ. ഡെഡ് ലോഡിന് വരുന്നത് -1/12ഉം ലൈവ് ലോഡിന് വരുന്നത് എത്രയാണ്? -1/9ആണ്. അപ്പോൾ നിങ്ങൾ ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻസും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻസ്. സാധാരണ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻ്റ് എന്താണ് നമ്മൾ സാധാരണ എടുക്കാറ്? ഷിയർ ഫോഴ്സ് നമ്മൾ അറ്റ് ദി സപ്പോർട്ടിലാണ് മാക്സിമം വരുന്നത്. അപ്പോൾ ക്രിട്ടിക്കലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഷിയർ ഫോഴ്സ് അറ്റ് ദി സപ്പോർട്ടാണ്. ദാറ്റ് ഈസ് WL/2 ആണ് സാധാരണ നമ്മൾ എന്ത് വരാറ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് വരാറ്. WL/2 ആണ്. പക്ഷേ കണ്ടിന്യൂസ് ബീമിൽ ദാറ്റ് ഈസ് WL/2 ആകുമ്പോൾ ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻറ്റ് ഫോർ സിംപ്ലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 0.5 ആണ്. സിംപ്ലി സപ്പോർട്ടഡിൻ്റെ ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.5 ആണ്. സിംപ്ലി സപ്പോർട്ടഡിൻ്റെ ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻ്റ് ഇറ്റ് ഈസ് 0.5 ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. WL/2 ആണ് നമ്മൾ എടുക്കുന്നത്, നമ്മൾ ചെയ്തതാണ് WL/2 ഷിയർ ഫോഴ്സ് ഫോർ സിംപ്ലി സപ്പോർട്ടിൻ്റെ ഷിയർ ഫോഴ്സ് WL/2 ആണ്. ഇനി കണ്ടിന്യൂസ് സ്ലാബിൻ്റെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് പറഞ്ഞിട്ടുണ്ട്. L/2 ആയതുകൊണ്ടാണ് ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻ്റ് 0.5 1/2 വരുന്നത്, 0.5 വരുന്നത്. അറ്റ് ദി എൻഡ് സപ്പോർട്ടിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള എൻഡ് സപ്പോർട്ടിൽ വരുന്ന ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലോഡിന് 0.4ഉം ലൈവ് ലോഡിന് 0.45 ആണ്. ഇനി നമ്മൾ നേരത്തെ ഫിഗർ വെച്ചിട്ട് തന്നെ പറയാം. ഇത് എ സപ്പോർട്ട്, ബി, സി, ഡി, ഇ. അറ്റ് ദി എൻഡ് സപ്പോർട്ടിൽ വരുന്നത് ഇറ്റ് ഈസ് 0.4ഉം ഡെഡ് ലോഡ് ലൈവ് ലോഡ്. ഡെഡ് ലോഡിന് വരുന്നത് ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻ്റ് 0.4ഉം ലൈവ് ലോഡിന് വരുന്നത് 0.45 ആണ്. ഇതാണ് എൻഡ് സപ്പോർട്ട് എയും ഇയും, 0.4ഉം 0.45ഉം. ഇനി അറ്റ് ദി സപ്പോർട്ട് നെക്സ്റ്റ് ടു ദി എൻഡ് സപ്പോർട്ട് ഏതാണ്? ബിയും ഡിയും. അതിൻ്റെ ഔട്ടറിൽ ദാറ്റ് ഈസ് ഔട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് വരുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 0.6 ആണ്. ഡെഡ് ലോഡിനും അതുപോലെ തന്നെ ലൈവ് ലോഡിനും 0.6 ആണ്. ഇന്നറിൽ ദാറ്റ് ഈസ് ഈ ഭാഗത്ത് വരുന്നത് ഡെഡ് ലോഡിന് 0.55 ആണ്. അതുപോലെ തന്നെ ലൈവ് ലോഡ് വരുന്നത് 0.6 ആണ്. ഇതുപോലെ തന്നെ നമ്മളെ ഇവിടെ ഡിയിലും ഇതുപോലെ തന്നെ വരുന്നത് ഔട്ടർ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ എത്ര വരുന്നത്? 0.6 ഡെഡ് ലോഡിന് ലൈവ് ലോഡിന് 0.6 ആണ്. ഇത് ഇന്നർ ഫേസിൽ വരുന്നത് എന്താണ്? ഡെഡ് ലോഡിന് 0.55ഉം ലൈവ് ലോഡിന് 0.6ഉം ആണ്. ഇനി ഓൾ അതർ ഇൻറ്റീരിയർ സപ്പോർട്ട് സി മാത്രമേ വരുന്നുള്ളൂ. അതിൽ വരുന്ന എന്താണ്?
ഡെഡ് ലോഡിന് 0.5ഉം ലൈവ് ലോഡിന് 0.6ഉം ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ എന്തേ ഉള്ളൂ, പെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കുന്നതിൽ ഒരു കണ്ടിന്യൂസ് ബീം അല്ലെങ്കിൽ സ്ലാബിലുള്ള വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഇനി ഡിസൈൻ പ്രൊസീജിയർ എല്ലാം സെയിം ആസ് ദാറ്റ് ഓഫ് നമ്മളെ വൺ വേ സ്ലാബ് എങ്ങനെയാണോ ചെയ്യുന്നത് അത് ചെയ്യുന്ന പോലെ തന്നെയാണെന്ത് ഡിസൈൻ പ്രൊസീജിയർ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും കൂടി നമുക്ക് നോക്കാം.